കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വിശ്വാസവും ഭരണഘടനയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ പലപ്പോഴും തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ അട്ടിമറിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതിയുടെ 9 അംഗ ബെഞ്ച് പരിഗണിക്കാൻ എടുക്കുന്നത് കേരള രാഷ്ട്രീയത്തെ വീണ്ടും ഒരു ശബരിമല തിരഞ്ഞെടുപ്പിലേക്ക് നയിക്കുകയാണ്. 2018 വിധിക്ക് ശേഷമുണ്ടായ രാഷ്ട്രീയ ധ്രുവീകരണം 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതുപോലെ ഇത്തവണയും വോട്ട് ബാങ്കുകളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഈ വിഷയം കാരണമാകും. ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം പതിറ്റാണ്ടുകൾ നീണ്ടതാണ്. 1991 കേരള ഹൈക്കോടതി വിധിയിലൂടെയാണ് 10നും 50നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം നിഷേധിച്ചത് ആചാരത്തിന്റെ ഭാഗമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടത്. എന്നാൽ 2006 യങ് ലോയേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജിയാണ് നിലവിലെ നിയമയുദ്ധത്തിന് വഴിയൊരുക്കിയത്. ഈ കേസിൽ വിവിധ സർക്കാരുകൾ സ്വീകരിച്ച നിലപാടുകൾ രാഷ്ട്രീയമായി ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. 2007 VS അച്യുതാനന്ദൻ സർക്കാർ യുവതി പ്രവേശനം അനുവദിക്കാമെന്ന വിപ്ലവാത്മകമായ നിലപാട് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലമായി നൽകി. 2016 ഉമ്മൻചാണ്ടി സർക്കാർ മുൻ സർക്കാരിന്റെ നിലപാട് തിരുത്തി ആചാര സംരക്ഷണത്തിന് മുൻഗണന നൽകണമെന്നും യുവതി പ്രവേശനം പാടില്ലെന്നും സത്യവാങ്മൂലം നൽകി. 2016 നവംബർ പിണറായി സർക്കാർ അധികാരമേറ്റയുടൻ വീണ്ടും നിലപാട് മാറ്റി. ലിംഗസമത്വത്തിന് മുൻഗണന നൽകിക്കൊണ്ട് യുവതി പ്രവേശനത്തെ അനുകൂലിച്ചു. 2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധി കേരളത്തെ 2 തട്ടിലാക്കി. ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്ന് വിശ്വസിച്ച ഒരു വലിയ വിഭാഗം തെരുവിലിറങ്ങിയപ്പോൾ വിധി നടപ്പാക്കാൻ സർക്കാർ കാണിച്ച തിടുക്കം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായി. ജസ്റ്റിസ് സൂര്യകാന്ത് ഒഴികെയുള്ള മുൻ ബെഞ്ചിലെ 8 ജഡ്ജിമാരും വിരമിച്ച സാഹചര്യത്തിൽ പുതിയ 9 അംഗ ബെഞ്ച് രൂപീകരിച്ചുകൊണ്ടാണ് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്നത്. ഇത് ബെഞ്ച് കേവലം ശബരിമലയെ മാത്രമല്ല, മതാചാരങ്ങളും ഭരണഘടനാപരമായ മൗലിക അവകാശങ്ങളും തമ്മിലുള്ള സംഘർഷത്തെ വിശാലമായി പരിശോധിക്കുന്നുണ്ട്. മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം നൽകുന്നത്, പാഴ്സി സ്ത്രീകൾക്ക് അന്യമതസ്ഥരെ വിവാഹം കഴിച്ചാൽ മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ള അവകാശം, ദാവൂദി ബോറ സമുദായത്തിലെ സ്ത്രീ പരിച്ഛേദനം, ഈ വിഷയങ്ങളെല്ലാം ഒന്നിച്ച് പരിഗണിക്കുന്നതിലൂടെ മതസ്വാതന്ത്ര്യവും ലിംഗനീതിയും സംബന്ധിച്ച സുപ്രധാനമായ ഒരു ഭരണഘടനാ വ്യാഖ്യാനത്തിനാണ് കോടതി മുതിരുന്നത്. ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന വാദം കേൾക്കൽ കേരളത്തിലെ വോട്ടർമാരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാകും. മാർച്ച് പകുതിയോടെ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുമെന്നാണ് സൂചന. അതായത് പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായി നിൽക്കുന്ന ഏപ്രിൽ 7 മുതൽ 9 വരെ ഹർജിക്കാരെയും ഏപ്രിൽ 14 മുതൽ 16 വരെ വിധിയെ അനുകൂലിക്കുന്നവരെയും കോടതി കേൾക്കും. ഏപ്രിൽ 22 വാദം പൂർത്തിയാക്കാനാണ് കോടതി ലക്ഷ്യമിടുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കലണ്ടറും കോടതിയുടെ കലണ്ടറും തമ്മിലുള്ള ഈ ഒത്തുചേരൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ വെല്ലുവിളിയാണ്. അതിനാൽ ഇത്തവണ സത്യവാങ്മൂലത്തിൽ പദപ്രയോഗങ്ങൾ ശ്രദ്ധാപൂർവ്വം മാറ്റാൻ സാധ്യതയുണ്ട്. കോടതി വിധി എന്തുതന്നെ ആയാലും നടപ്പാക്കുമെന്ന് പറയുമ്പോഴും വിശ്വാസികളെ പ്രകോപിപ്പിക്കാത്ത രീതിയിലുള്ള നയമാകും സർക്കാർ സ്വീകരിക്കുക. ആചാര സംരക്ഷണത്തിനായി നിയമനിർമ്മാണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കോടതിയിൽ കേസ് നടക്കുമ്പോൾ സർക്കാരിന്റെ പഴയ സത്യവാങ്മൂലങ്ങൾ ഉയർത്തിക്കാട്ടി വിശ്വാസികളുടെ വോട്ട് ഏകീകരിക്കാൻ അവർ ശ്രമിക്കും. ശബരിമല വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മൈലേജ് പ്രതീക്ഷിക്കുന്ന പാർട്ടിയാണിത്. കേന്ദ്ര സർക്കാർ പുനഃപരിശോധനയെ അനുകൂലിക്കുന്നു എന്നത് BJPക്ക് വലിയ ആയുധമാണ്. ശബരിമല 2.0 എന്ന നിലയിൽ അവർ പ്രചാരണം ശക്തമാക്കും. ആചാര സംരക്ഷണം മാത്രമല്ല, ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റു ചില സാമ്പത്തിക ഭരണ വിവാദങ്ങളും ഇത്തവണ തിരഞ്ഞെടുപ്പ് ചർച്ചകളിൽ ഇടം പിടിക്കും. ശബരിമലയിലെ സ്വർണ്ണാഭരണങ്ങളും വിഗ്രഹവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷം ഉപയോഗിക്കും. ആഗോള അയ്യപ്പ സംഗമം, ഇതിലെ സാമ്പത്തിക ഇടപാടുകളും PRD വഴിയുള്ള പ്രചാരണങ്ങളും ഇതിനോടകം തന്നെ വിവാദമായിട്ടുണ്ട്. സർക്കാർ നിലപാടിന് വിരുദ്ധമായി വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കണമെന്ന് ദേവസ്വം ബോർഡ് കോടതിയിൽ വാദിക്കുമോ എന്നതും നിർണായകമാണ്. ആചാരങ്ങൾ നിലനിൽക്കണമെന്ന നിലപാടിലേക്ക് ബോർഡ് നീങ്ങുന്നത് സർക്കാരിന്റെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാകുമെന്നും നിരീക്ഷിക്കപ്പെടുന്നു. NSS പോലുള്ള സംഘടനകൾക്ക് ശബരിമല വൈകാരികമായ ഒന്നല്ല, മറിച്ച് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. സർക്കാരിന്റെ സമീപകാല മാറ്റങ്ങളെ NSS നിരീക്ഷിച്ചു വരികയാണ്. മുന്നോക്ക സംവരണം നടപ്പിലാക്കിയതിലൂടെ സർക്കാരിനോട് കുറച്ചുകൂടി മൃദുവായ സമീപനം NSS സ്വീകരിച്ചിരുന്നെങ്കിൽ ശബരിമലയിൽ സത്യവാങ്മൂലത്തിൽ ഒരു ചെറിയ പിഴവ് പോലും ഈ ബന്ധം തകർക്കാനിടയാക്കും. അതേസമയം SNDP ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 സീറ്റുകളിൽ 19ലും UDF വിജയിച്ചതിന് പിന്നിലെ പ്രധാന കാരണം ശബരിമലയായിരുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നു. ആ വിധി ആവർത്തിക്കാതിരിക്കാൻ LDF പരിശ്രമിക്കുമ്പോൾ സമാനമായ സാഹചര്യം വീണ്ടും സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനവും കോടതിയുടെ പരിഗണനയിൽ ഉള്ളതിനാൽ ഈ വിധി കേവലം ഹിന്ദു വോട്ടുകളെ മാത്രമല്ല, മുസ്ലിം വോട്ടുകളെയും സ്വാധീനിച്ചേക്കാം. ന്യൂനപക്ഷ
സമുദായങ്ങളിലെ മതവിശ്വാസവും ഈ വിധിയിലൂടെ ചോദ്യം ചെയ്യപ്പെട്ടാൽ അത് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ വലിയ അട്ടിമറികൾക്ക് കാരണമാകും. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ശബരിമല വെറും ഒരു മലയല്ല, മറിച്ച് അധികാരത്തിലേക്കുള്ള വഴിയോ അല്ലെങ്കിൽ പതനത്തിലേക്കുള്ള ചാലോ ആണ്. ഏപ്രിൽ മാസത്തിലെ സുപ്രീം കോടതി നടപടികൾ കേരളത്തിലെ ഓരോ വോട്ടർമാരുടെ മനസ്സിനെ സ്പർശിക്കുമെന്നതും ഉറപ്പാണ്. സർക്കാർ മുൻ നിലപാട് തിരുത്തുമോ അതോ ഭരണഘടനാപരമായ തുല്യതയിൽ ഉറച്ചു നിൽക്കുമോ എന്നത് കേരളത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കും. വിശ്വാസം പുരോഗമനം തമ്മിലുള്ള പോരാട്ടമായി തിരഞ്ഞെടുപ്പിനെ മാറ്റാൻ ചിലർ ശ്രമിക്കുമ്പോൾ ജനങ്ങളുടെ ജീവപ്രശ്നങ്ങൾ വികസനവും ചർച്ച ചെയ്യപ്പെടുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ഏപ്രിൽ 22 കോടതിയിൽ വാദം അവസാനിക്കുമ്പോൾ കേരളം വോട്ട് യന്ത്രത്തിന് മുന്നിലേക്ക് നീങ്ങുകയായിരിക്കും. ആ വിധി വോട്ടെണ്ണൽ ദിനത്തിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നതിലും തർക്കമില്ല.